എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ ചെറിയ കപ്പ വെച്ചിട്ട് ചെറിയൊരു കഷ്ണമേ ഉള്ളൂ, അത് വെച്ചിട്ട് നമുക്കൊരു ചിപ്സ് ഉണ്ടാക്കിയെടുത്താലോ. തോലൊക്കെ ചെത്തിയെടുക്കുക കപ്പയുടെ. ഈ സ്ലൈസറിൽ വെച്ചിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. വലിയ ഷേപ്പായി കിട്ടിയിട്ടില്ലെങ്കിലും നല്ല സ്ലൈസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനൊരു മഞ്ഞൾ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുക്കും. മഞ്ഞൾ വെള്ളത്തിൽ നന്നായി കഴുകിയൊക്കെ എടുത്തു. എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്ന കാണുമ്പോൾ ശരിക്കും വാങ്ങാൻ തോന്നും അല്ലേ, റോഡ് സൈഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ. അതേമാതിരി ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ്. എങ്ങനെയുണ്ടാവുക നോക്കാം. നന്നായി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചത് ഇങ്ങനെ പതുക്കെ വിടർത്തിയിട്ടിട്ട് കൊടുക്കാം. നന്നായി ഫ്രൈ ആയി വന്നു. നമുക്കിനി ഇത് കോരി മാറ്റാം. ഏകദേശം അതേ കളറൊക്കെ വന്നിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുള്ള നല്ലതായിട്ട് വന്നിട്ടുണ്ട്. വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്നും കൂടി ഫ്രൈ ചെയ്ത് നോക്കാം. അടുത്ത ബാച്ച്. ഏത് സാധനം ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് നോക്കുക. അപ്പം എന്നിട്ട് ശരിയായാൽ മാത്രം നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിലെടുത്തിട്ട് ഉണ്ടാക്കണം. അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് അല്ലേ. നല്ല സ്ലൈസറാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. എൻ്റെ സ്ലൈസർ കുറച്ച് ചെറുതാണ്, അത് കുറച്ച് പഴയ സ്ലൈസറാണ്. അതുകൊണ്ടാണ് നല്ല സ്ലൈസർ ഇനി ഉണ്ടാക്കി നോക്കണം. ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇടാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ, എന്നാലും ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ അല്ലേ. ആ ചെറിയ കഷ്ണം കപ്പ വെച്ചിട്ട് നമുക്ക് ഇത്ര ചിപ്സ് കിട്ടി. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചിപ്സൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. കപ്പയുണ്ടെങ്കിൽ ഞാൻ ഉപ്പ് എവിടെയും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് കുറച്ച് ചൂടുണ്ടല്ലോ, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള മുളക് പൊടി ഒന്ന് വെതറി കൊടുക്കുക. അധികം വേണ്ട കേട്ടോ, അധികം എരിവ് വേണ്ട. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ചിപ്സ് റെഡിയായി. ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. കണ്ടു, ശബ്ദം കേട്ടില്ലേ? നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പം അത് ഉണ്ടാക്കാൻ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ചിപ്സ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ സിമ്പിൾ റെസിപ്പീസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം.